ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അശ്വതി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കട്ട്ലറ്റാണ്. നല്ല പെർഫെക്റ്റായിട്ട് എങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അതിനുശേഷം ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും 3 പച്ചമുളകുണ്ട് ചോപ്പറിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. 3 കൂടി ഒരുമിച്ചിട്ടിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ കത്തി കൊണ്ട് തന്നെ ചെറുതായിട്ട് മുറിച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 2 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഒരുപാട് വെള്ളം വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വെന്ത് വന്നാൽ മതി. വെന്ത് നമുക്ക് ഈ വെള്ളം ഒന്ന് പറ്റി കിട്ടണം. അപ്പോൾ ഞാനിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഇതിവിടെ വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് അതിനെ ഒന്ന് സ്മാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ഞാൻ ചോപ്പറിൽ തന്നെ ഇട്ടിട്ട് അതുപോലെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ചെറിയ പീസുകളാക്കി എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ ഇനി വേറെ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഈ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മൂത്തൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരണം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറിയൊരു ബ്രൗൺ കളറായി വന്നാൽ മതി. ഇപ്പോൾ ഇവിടെ ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ മുളക് പൊടിയൊന്നും ഇടുന്നില്ല. വേണമെന്നുള്ളവർക്ക് ഇടാം. ഞാൻ കുരുമുളക് പൊടിയാണ് കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ പച്ചമുളകുണ്ട്. പിന്നെ ഇതിലേക്കൊരു ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ചിക്കൻ ഒന്ന് ഡ്രൈ ആയി വരണം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ സ്മാഷ് ചെയ്ത് വച്ചിട്ടുള്ള പൊട്ടറ്റോ കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിനെ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് ചൂട് പോകുന്നതിന് മുന്നേ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതിന് ശേഷം ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ടയെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ബ്രെഡ് ക്രംസ് വെച്ചിട്ടുണ്ട്. അത് പൊടിച്ച് ഞാൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഈ മിക്സ് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു സർക്കിൾ ഷേപ്പിനാണ് എടുത്തിട്ടുള്ളത്. ഇത് മൊത്തം നമുക്കിതുപോലെ സർക്കിൾ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്ത് മാറ്റി വയ്ക്കാം.
അപ്പോൾ ഞാൻ ഇവിടെ ഇതെല്ലാം ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് മുക്കിയെടുക്കണം. അതിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ട് ബ്രെഡ് ക്രംസ് പിടിച്ചിരിക്കുന്ന പോലെ മുക്കിയെടുത്ത് എല്ലാം നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ എല്ലാം ഇതുപോലെ എഗ്ഗിലും ബ്രെഡ് ക്രംസിലും കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊരു 18 എണ്ണം ഞാൻ ഇത്രയും ചിക്കനിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഇത് അകത്ത് ഫുള്ള് വെന്ത സാധനങ്ങളായതുകൊണ്ട് നമുക്ക് പുറത്ത് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ എണ്ണ ഒന്ന് ഒരു നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിട്ട് കൊടുക്കാവൂ. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എണ്ണ കുടിച്ച് പോവും. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ എണ്ണ നന്നായിട്ട് എണ്ണയായിട്ടിരിക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു പരുവം ആയാൽ മതി. ഒരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മറിച്ചിടുമ്പോൾ സൂക്ഷിച്ച് മറിച്ചിടണം. അത് അതിൻ്റെ തവിയുടെ സൈഡാനും കൊണ്ട് ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ എണ്ണയെല്ലാം ഉള്ളിലേക്ക് പിടിക്കാൻ തുടങ്ങും. ഇതുപോലെ രണ്ട് സൈഡും ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും.